കോട്ടയം വെട്ടിക്കാട് ബോട്ട് കുടുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ. വിവരം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാൻ വൈകിയത് ഉൾപ്പെടെയുള്ളവ അന്വേഷിക്കും. അപകടത്തിൽ പോലീസും അന്വേഷണം തുടങ്ങി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈകുന്നേരം 5 മണിയോടെ ആലപ്പുഴയിൽ നിന്നും പുറപ്പെട്ട ബോട്ട് 7 മണിയോടെ വെട്ടിക്കാട് ഭാഗത്ത് എത്തി. അവിടെ പോളയിൽ കുടുങ്ങുകയായിരുന്നു. കായലും തോടും കൂടി സംഗമിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ പോള തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ആ പോളയിൽ വന്ന് തിങ്ങിയതിന് ശേഷം മണിക്കൂറുകളോളം, അതായത് ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് അവരെ അവിടെ നിന്നും രക്ഷിച്ച് കരയ്ക്കെത്തിക്കാൻ സാധിച്ചത്. 25ഓളം ആളുകളാണ്, യാത്രക്കാരാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ബോട്ട് തീരെ മുന്നോട്ട് വരില്ല എന്ന് വിചാരിച്ചിരുന്നിടത്തു നിന്നാണ് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാം ചേർന്ന് മണിക്കൂറുകൾ എടുത്ത് ഈ ബോട്ട് വലിച്ച് കരയ്ക്ക് അടുപ്പിക്കുന്ന, കരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംഭവം 7 മണിയോടുകൂടി ഉണ്ടായി എന്നാണ്. ബോട്ട് സ്റ്റക്കായത് 7 മണിയോടുകൂടിയാണ്. അതിനുശേഷം സാധാരണ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പോള മാറ്റി ബോട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും താമസിച്ച്, അതായത് 11:30 നമ്മൾ കളക്ടറെ വിളിക്കുമ്പോഴാണ് ഭരണകൂടം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. വാട്ടർ വിഭാഗം, അതായത് ജലഗതാഗത വിഭാഗം ഈ വിവരം ജില്ലാ ഭരണകൂടത്തെയോ മറ്റ് പോലീസിനെയോ ഒന്നും തന്നെ അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഈ രക്ഷാപ്രവർത്തനം ഇത്ര വൈകിയത്. ആ ഒരു സംഭവത്തിലാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ അന്വേഷണം വേണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസും ഈ രാത്രിയിൽ ബോട്ട് ഓടിക്കാൻ ആരാണ് അനുമതി കൊടുത്തത്, എന്തുകൊണ്ടാണ് ഇത് ലേറ്റ് ആയത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.